ഹായ്, ഇന്നലെ രാത്രി 9 മണി ഞാന് ബബ്ബബ്ബ എന്ന സിനിമ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം. അതായത് ആ സിനിമയുടെ ട്രെയിലർ ഇന്നലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ട്രെയിലർ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ദിലീപും വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും അതുപോലെ ലാലേട്ടൻ ഗസ്റ്റ് റോളിൽ വരുന്ന ഒരു സിനിമ കൂടിയാണ് ബബ്ബബ്ബ. ഈ സിനിമയുടെ ട്രെയിലർ കണ്ട് അങ്ങനെ ത്രില്ലടിച്ച് അതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയം അപ്പോഴാണ് ഒരു കോൾ എനിക്ക് വരുന്നത്. ഒരു പരിചയമില്ലാത്ത നമ്പർ. കോൾ എടുക്കണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു. പിന്നീട് ഞാൻ കോൾ അറ്റൻഡ് ചെയ്യുന്നു. മറുഭാഗത്ത് നിന്ന് എന്നോട് ചോദിക്കുന്നു, മനസ്സിലായോ എന്ന്. ഞാൻ പറഞ്ഞു മനസ്സിലായില്ല എന്ന്. അപ്പോ മറുഭാഗത്ത് നിന്നും ഒരു ചിരി. അതിനുശേഷം ഞാൻ ഷാനവാസ് ആണ് എന്ന് പറയുന്നു. ഇപ്പൊ മനസ്സിലായോ എന്ന് ചോദിക്കുന്നു. ഞാൻ പറയുന്നു എനിക്ക് മനസ്സിലായില്ല എന്നുള്ള രീതിയിൽ. തീർച്ചയായും മനസ്സിലാവാത്തതിന് കാരണമുണ്ട്. കാരണം പരിചയമുള്ള സൗണ്ടാണ്. അതായത് മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ നല്ല പരിചയമുള്ള സൗണ്ടാണ്. പക്ഷെ ആരാണ് എന്ന് എനിക്ക് മനസ്സിലായില്ല. അതിനുശേഷം വന്ന ചിരി, ആ ചിരിയും നല്ല പരിചയമുള്ള ചിരി. അതിനുശേഷം ഷാനവാസ് ആണ് എന്ന് പറഞ്ഞപ്പോഴും ഈ സൗണ്ട് അത്രയ്ക്ക് പരിചയമുള്ള സൗണ്ടാണ്. പക്ഷെ ആരാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എന്റെ പരിചയത്തിലുള്ള ആൾക്കാരുടെ മുഖമെല്ലാം ഓർത്തു. ഇതിൽ ഷാനവാസ് ആരാണ് എന്നുള്ള ചിന്തയിൽ. പക്ഷെ എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ വീണ്ടും മറുഭാഗത്ത് നിന്ന് ഞാൻ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ഷാനവാസ് ആണ് എന്ന്. തീർച്ചയായും അത് കേട്ടതോടുകൂടി എന്റെ കിളി പോയി. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ സമയത്ത് ഇപ്പോ ഒരു കോള്. അതുകൊണ്ടാണ് എനിക്ക് മനസ്സിലാവാതിരുന്നത്. അതായത് ഷാനവാസിന്റെ സൗണ്ട് നമ്മൾ ഒരുപാട് കേട്ടതാണ്, നമ്മൾക്കറിയാം, അത്രയ്ക്ക് പരിചയമുള്ള സൗണ്ടാണ്. പുള്ളി ഫോൺ ചെയ്തപ്പോൾ തന്നെ നല്ല പരിചയമുള്ള സൗണ്ടാണ് എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ആരാണെന്ന് എനിക്ക് കിട്ടിയില്ല. ഷാനവാസിനെ കുറിച്ചുള്ള ചിന്ത എനിക്ക് പോയില്ല എന്നുള്ളതാണ്. നമ്മളുടെ അടുത്തുള്ള ആരോ ആണ് എന്നുള്ള ചിന്തയിലാണ്. പക്ഷെ ആരാണ് എന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇന്നലെ എന്നെ ഞെട്ടിച്ചുകൊണ്ട് ഷാനവാസ് ഇന്നലെ രാത്രി 9 മണിക്ക് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം തോന്നി. അദ്ദേഹം എന്നെ ഓർത്ത് വിളിച്ചല്ലോ, അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അദ്ദേഹത്തിന്റെ ആ ചിരി, അദ്ദേഹം എന്റെ വീഡിയോസ് എല്ലാം കണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സംസാരിച്ചു. അതായത് ഒരുപാട് സമയം സംസാരിച്ചു എന്നുള്ളതല്ല, ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. എന്റെ വിശേഷങ്ങൾ ചോദിച്ചു, അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ ഞാൻ ചോദിച്ചു. സത്യം പറഞ്ഞാൽ എന്താ ഉണ്ടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം വിളിച്ച ആ എക്സൈറ്റ്മെന്റും ഉണ്ട്. ഞാൻ അദ്ദേഹത്തോട് എപ്പോഴെങ്കിലും സംസാരിക്കുമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഇതൊക്കെ പറയണം എന്ന് വിചാരിച്ച് വെച്ചിരുന്നു. പക്ഷെ അതൊന്നും പറയാൻ സാധിച്ചില്ല. അതായത് ഞാൻ പുള്ളിയോട് സംസാരിക്കാൻ ഉദ്ദേശിച്ച കാര്യങ്ങളല്ല സംസാരിച്ചത്, മറ്റു പല വിശേഷങ്ങളുമാണ് ചോദിച്ചത്. അതായത് അദ്ദേഹത്തിന്റെ വീട്ടുവിശേഷങ്ങളും നമ്മളുടെ കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അദ്ദേഹത്തെ വീട്ടിലേക്ക് ക്ഷണിച്ചു, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെയാണ് സംസാരിച്ചത്. ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ എനിക്ക് ഉണ്ടായിരുന്നു, പക്ഷെ സംസാരിക്കാൻ പറ്റിയില്ല ആ സമയത്ത്. അതായത് പ്രതീക്ഷിക്കാതെ വന്നൊരു കോളാണ്. വലിയ എക്സൈറ്റ്മെന്റ് ആയിരുന്നു എനിക്ക്. അതുകൊണ്ട് തന്നെയാണ് പല കാര്യങ്ങളും സംസാരിക്കാൻ പറ്റാതായി പോയത്. പല പ്രേക്ഷകരും, അതായത് ഷാനവാസിനെ ഇഷ്ടപ്പെടുന്ന പല പ്രേക്ഷകരും നമ്മളോട് പറഞ്ഞിരുന്നു, ഷാനവാസിനോട് സംസാരിക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങളെക്കുറിച്ച് പറയണം, ഞങ്ങൾ അദ്ദേഹത്തെ അത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് പറയണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പറയാൻ പറ്റിയില്ല, സംസാരിക്കാൻ പറ്റിയില്ല ആ കാര്യങ്ങൾ. ഞാൻ എൻ്റെ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളും എൻ്റെ അമ്മയ്ക്ക് അദ്ദേഹത്തോടുള്ള ആ സ്നേഹവും അതുപോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ചു നേരം സംസാരിച്ചു എന്നല്ലാതെ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ സംസാരിക്കാൻ സാധിച്ചില്ല. തീർച്ചയായും അദ്ദേഹത്തിന്റെ നമ്പർ എനിക്ക് തന്നിട്ടുണ്ട്. ഇനിയൊരു അവസരം വരുമ്പോൾ എല്ലാവരുടെ കാര്യവും ഞാൻ അദ്ദേഹത്തോട് പറയും. അദ്ദേഹത്തെ ഇത്രമാത്രം ആൾക്കാർ സ്നേഹിക്കുന്നുണ്ട്. ഇവര് ഷാനവാസിനെ കുറിച്ചുള്ള ഓരോ വീഡിയോയും കണ്ട് അതിന് താഴെ ഒരുപാട് കമന്റ്സുകൾ രേഖപ്പെടുത്തിയ ആൾക്കാരാണ് എന്ന് പറയും ഞാൻ. തീർച്ചയായും അത് പറയണം. ഷാനവാസിനെ അത്രമാത്രം സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട് എന്നുള്ളൊരു കാര്യം ഷാനവാസിനെ അറിയിക്കണം. പലപ്പോഴും പല കാര്യങ്ങളും പല ആൾക്കാരും അറിയാറില്ല. പക്ഷെ ഷാനവാസ് അറിയണം, ഷാനവാസിനെ അത്രമാത്രം ആത്മാർത്ഥമായി ഒരുപാട് ആൾക്കാർ സ്നേഹിക്കുന്നു എന്നുള്ളൊരു കാര്യം തീർച്ചയായും ഷാനവാസ് അറിയണം. എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. എൻ്റെ വീഡിയോസ് പുള്ളി കാണുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് സംസാരിച്ചത് അദ്ദേഹം അറിഞ്ഞിരിക്കുന്നു. അദ്ദേഹം ആ സ്നേഹം നമ്മളുമായി പങ്കുവയ്ക്കാനാണ് വിളിച്ചത്. ഒരുപാട് സന്തോഷം തോന്നി. ഷാനവാസ് ഒരു ജെനുവിൻ ആയിട്ടുള്ള, റിയൽ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഒരു ജാടയോ, അതായത് അദ്ദേഹം ഓൾറെഡി ഒരു സെലിബ്രിറ്റിയാണ്. ബിഗ് ബോസിൽ പോകുന്നതിന് മുൻപ് തന്നെ ഇപ്പോൾ കുറച്ചുകൂടി അദ്ദേഹത്തിന്റെ ജനപിന്തുണ വർദ്ധിച്ചു. എന്നിട്ടും അദ്ദേഹം ഒരു ജാടയും ഇല്ലാതെ വളരെ സ്നേഹത്തോടെ ചിരിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം എൻ്റെ നമ്പർ തപ്പി എന്നെ വിളിച്ചു എന്നുള്ളത് തന്നെയാണ്. അത് വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. നമ്മൾ ബിഗ് ബോസിൽ ഷാനവാസിനെ കണ്ടു, മനസ്സിലാക്കി. നമുക്ക് മനസ്സിലായ കാര്യം, അദ്ദേഹം ജെനുവിൻ ആയിട്ടുള്ള, റിയൽ ആയിട്ടുള്ള മനുഷ്യനാണ്. കുടുംബസ്നേഹിയായിട്ടുള്ള നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹം സ്നേഹിച്ചു കഴിഞ്ഞാൽ അവരെ ആത്മാർത്ഥമായി സ്നേഹിക്കും എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലായതാണ് ബിഗ് ബോസ് വീട്ടിനകത്ത് അദ്ദേഹം നിൽക്കുമ്പോൾ. പല ആൾക്കാരും ബിഗ് ബോസ് വീട്ടിൽ ഒരു മുഖമായിരിക്കും, പുറത്ത് മറ്റൊരു മുഖമായിരിക്കും. പക്ഷെ ഷാനവാസ് അങ്ങനെയല്ല, റിയൽ ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹം ഇന്നലെ എന്നോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അദ്ദേഹം എങ്ങനെയാണോ ബിഗ് ബോസ് വീട്ടിൽ ചിരിക്കുന്നത്, സംസാരിക്കുന്നത്, അതേ രീതിയിൽ തന്നെയാണ് നമ്മളോട് സംസാരിച്ചത്. ഒരുപാട് സന്തോഷം തോന്നി. എനിക്ക് അദ്ദേഹത്തിന്റെ മോളോട് സംസാരിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ആ കാര്യം പറയാൻ പറ്റിയില്ല. തീർച്ചയായും ഒരു ദിവസം ഞാൻ അദ്ദേഹത്തിന്റെ മോളോടും സംസാരിക്കും. അപ്പോൾ ഇങ്ങനെ വേണം. അദ്ദേഹത്തിന് എന്നെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ അദ്ദേഹം കൂടെ നിന്ന ആൾക്കാരെ ഓർക്കുന്നു, അവരുമായിട്ട് സ്നേഹം പങ്കിടാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് വ്യക്തമായത്. എന്തായാലും ഒരുപാട് സന്തോഷം. ഒരു ദിവസം അദ്ദേഹം എൻ്റെ വീട്ടിലേക്ക്
വരാം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും വരട്ടെ. ആ വരവിനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ നമ്മൾ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.